നമ്മൾ അറിവിന് എന്താണ് പറയുക? നോളേജ്. പക്ഷെ നമ്മൾ ജ്ഞാനത്തിന് പറയുന്ന പേരെന്താണ്? വിസ്ഡം. അറിവിന് നമ്മൾ നോളേജ് എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന് പറയുന്ന സംഭവം വിസ്ഡമാണ്. എന്താണ് നോളേജ്? നോളേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ സംബന്ധിച്ച് അഗാധമായ അറിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോളേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അറിവ് നമ്മൾ ഒരുപാട് വർഷം കാലം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഉരുത്തിരിയുന്ന കാര്യമാണ് ജ്ഞാനം. ദാറ്റ് ഈസ് വിസ്ഡം. അപ്പോ സിമ്പിൾ വേർഡ്സിൽ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കാൻ നമ്മൾ പഠിക്കുന്നുവോ അതിനെ വിസ്ഡം എന്ന് പറയും, അതിനെ നോളജ് എന്ന് പറയൂ. എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ലയോ അതിനെ നമ്മൾ വിസ്ഡം എന്ന് പറയുന്നു. 3 കാര്യങ്ങളുടെ ക്ലിയർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. 1, എക്സ്ട്രാക്ഷൻ. പല്ലെടുക്കാൻ എല്ലാവർക്കും അറിയാം, അത് നോളേജ് ആണ്. പക്ഷെ ആരിൽ പല്ലെടുക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല, പറ്റില്ല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിസ്ഡം. അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഓരോ പേഷ്യൻസിനകത്തുകൂടി നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്, അതാണ് വിസ്ഡം. അത് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പേർട്ട് വിത്ത് വിസ്ഡം വിൽ കംസ്. ദെൻ 2, ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആരിൽ ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു പേഷ്യൻസിൽ ഓർത്തോ ട്രീറ്റ്മെന്റ് വലിയ ക്ലിപ്പിടാൻ സാധിക്കില്ല, ഇടാൻ ഒരു നിലക്കും പറ്റില്ല എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പറയാം? വിസ്ഡം എന്ന് പറയും. ഇനി നമ്മുടെ സബ്ജക്റ്റിനോട്, ഡെന്റൽ ഫീൽഡിനോട് ബന്ധപ്പെടാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. കടം എന്ന് പറയുന്നത് വാങ്ങാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് അവർ നോളേജ്. കടം നമ്മൾ വാങ്ങാൻ പറ്റില്ല, ദാറ്റ് ഈസ് എ നോളേജ്. പക്ഷെ അത് പ്രൈവറ്റ് ഏജൻസിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നത് എന്താണ്? വിസ്ഡമാണ്. അതിന്റെ പേരാണ് വിസ്ഡം. അപ്പോ വിസ്ഡത്തിന്റെ ഡെഫിനിഷൻ പറയാം. വിസ്ഡം ഈസ് ലേൺ ഫ്രം ബൈ എക്സ്പീരിയൻസ് ഓൺലി. Wisdom can learn only by experience. What things you can do is a knowledge. What things you cannot do is the wisdom. Clear ആയെന്ന് തോന്നുന്നു. യെസ്, എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. Thank you.